വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ അവർ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ഇന്ദുമതി അമ്മ അവരോട് കുറേ നേരം വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വിജിലേക്ക് കുറേ വിഷമമായി. അവൾ എന്തെങ്കിലും പോഴത്തരം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഇറങ്ങി പോകണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് വിഷമമായി. അമ്പലത്തിൽ കുഞ്ഞിനെയും കൊണ്ട് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് വരെ തകർന്നു പോയി. അവളും വല്ലാതെ വിഷമിച്ചു. ഒരുപാട് നേരം ഇന്ന് കരഞ്ഞു. നിങ്ങളെയൊക്കെ കാണണമെന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ ഇന്ദുമതിയമ്മ പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് പിണക്കമൊന്നുമല്ല, ഇങ്ങോട്ട് വന്നോളാൻ പറയൂ, 4-5 വീടിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, എപ്പോഴും വരാമെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഈ വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എന്താ താക്കോലെന്നും പറഞ്ഞ് ഇന്ദുമതിയമ്മ താക്കോൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് നീട്ടുകയാണ്. അന്നേരം സെക്യൂരിറ്റിയും ഡിപ്പോസിറ്റും ഒന്നും ഇല്ലാതെ എങ്ങനെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട് പോലെ കരുതി താമസിച്ചു എന്നും പറഞ്ഞ് താക്കോൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് വച്ചു കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ആകെ സന്തോഷവും പക്ഷേ സങ്കടവും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് ഒരു സഹായത്തിന് ഞാനിവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ തരാൻ കാശൊന്നും ഇല്ല എന്ന്. അന്നേരം അത് കേൾക്കുമ്പോൾ ഇന്ദുമതി അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുകയാണ്. മക്കൾക്ക് പണി ചെയ്ത് കൊടുക്കുന്നതിൽ കാശ് എന്തിനാ മോനെയും ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. അമ്മയുടെ കയ്യിൽ നിന്നും കഴിച്ചിട്ടുള്ള ആഹാരത്തിൻ്റെ സ്വാദൊന്നും ഇപ്പോഴും എൻ്റെ നാവിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ആ വീട് ഒരു അമേരിക്കക്കാരൻ്റേതായിരുന്നു. അയാളുടെ അച്ഛനും അമ്മയാണ് അവിടെ താമസിച്ചിരുന്നത്. പിന്നീട് അയാൾ അവരെയും കൊണ്ടുപോയി. എന്നെ വിശ്വസിച്ചാണ് താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയത്. ആരെങ്കിലും കിട്ടുമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വൃത്തിയാക്കിയിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അയാൾ വിളിക്കുമായിരുന്നു, ഇപ്പോൾ വിളിയൊന്നുമില്ല. അയാൾ അവിടെ സ്ഥിരതാമസമാക്കി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, റേഷൻ കടയിൽ പോകണം, ഇന്ന് സാധനം വാങ്ങിയില്ലെങ്കിൽ കിട്ടില്ല എന്നും പറഞ്ഞ് ഇന്ദുമതിയമ്മ പോകാതിരുകയാണ്. അന്നേരം വിഷ്ണു കമലിനോട് പറയുന്നുണ്ട് അമ്മ പോകണ്ട, കമലം പോകും. ഇത്രയും നാണൊരുത്തം വീട്ടിലുള്ളപ്പോൾ എന്തിനാ പ്രായമായ അമ്മ എങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നീ ഇങ്ങനെ എൻ്റെ പുറകെ നടന്നാൽ പോരാ, വീട്ടിലെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ കമലിനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. മോൻ്റെ അമ്മ എത്ര ഭാഗ്യം ചെയ്തവരാണ്, പക്ഷേ അവരിത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ചെറുതായിട്ടൊരു സങ്കടം വരികയാണ്. വിഷ്ണു പറയുന്നുണ്ട് അമ്മ പോയിട്ട് വാന്ന്. തുടർന്ന് കമലിനെയും കൂട്ടി ഇന്ദുമതി അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് അവർ പോയി കഴിഞ്ഞ ശേഷം ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പഠിച്ചല്ലോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഓരോ അനുഭവങ്ങളല്ലേ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവേട്ടന് വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നലെ താമസിച്ച സ്ഥലത്തിൻ്റെ അത്ര പോരാ, എന്നാലും പുറമേ നിന്ന് കാണുമ്പോൾ കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള വീടെന്നും പറഞ്ഞ് അവർ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അതിന് മുന്നേ ഇന്ദുമതിയമ്മ പറഞ്ഞിരുന്നു ഞാൻ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളൂ, അകത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പോയിട്ട് വന്നിട്ട് വൃത്തിയാക്കി തരാമെന്ന്. തുടർന്ന് അവർ അകത്തേക്ക് കയറുമ്പോൾ എല്ലാം പൊടിയും പിടിച്ച് കസേരയൊക്കെ മറിഞ്ഞ് മാറാലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അന്നേരം ശാലിനി ചുറ്റും നോക്കി ശാലിനി ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നല്ല ഐശ്വര്യമുള്ള വീട് അല്ലേ എന്ന് വിഷ്ണുവിനെ നോക്കി പറയുമ്പോൾ വിഷ്ണു ഒരു ചമ്മി ഒരു ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തു, സോറി എന്ന്. അന്നേരം ഐശ്വര്യമൊക്കെ നമുക്കുണ്ടാക്കാം എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് കുഞ്ഞിനെ എവിടെയെങ്കിലും കിടത്തണമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ നോക്കാമെന്നും പറഞ്ഞ് അവരങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അടുക്കള വശത്ത് ഒരു തൊട്ടിൽ കെട്ടി അതിനുശേഷം കുഞ്ഞിനെ അതിലേക്ക് കിടത്തുകയാണ്. അതിനുശേഷം പാർക്കുട്ടി ഇവിടെ കിടന്നോ, നമ്മൾ വീട് വൃത്തിയാക്കട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് വൃത്തിയാക്കുകയാണ് വീട് മുഴുവൻ. അതേസമയം ആ ജനലിൻ്റെ സൈഡിൽ ഒരു കിളി കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അതെടുത്ത് അങ്ങ് കളയാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ് ആൺകിളി പെൺകിളി മുട്ടയിടാറായി എന്ന് അറിയുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് കൂടൊരുക്കിയിട്ടുള്ളത്, അതിൽ മുട്ട വിരിഞ്ഞിട്ടുണ്ടാവാം, കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് കുറേ സാഹിത്യ ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കൂടെ എങ്ങനെയാണ് ഒഴിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ആൺകിളി തിരിച്ചെത്തിയിട്ടുണ്ടാകില്ല, അന്വേഷിച്ച് പെൺകിളിയും പോയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുകയാണ്. അന്നേരം താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. നമ്മളും ഇതുപോലെ ഈ വീട്ടിൽ നിന്നും നിറയെ സ്വപ്നങ്ങളും ഭാഗ്യവും ഒക്കെ ഉണ്ടാകും, താൻ കളക്ടർ ആകണം, അതിനുവേണ്ടി ഏത് ദൂരദേശത്തേക്ക് പറക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ വിഷ്ണു പറഞ്ഞ് ശാലിനിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അന്നേരം ദൂരത്തേക്ക് ഒന്നും പോകണ്ട, വിഷ്ണുവേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം വിഷ്ണു വീണ്ടും ആ കിളി കൂടി ഇവിടെ തന്നെ ഇരിക്കണ്ടേ, ഇനി പക്ഷിയുടെ ശാപം കൂടി കേൾക്കാൻ വയ്യ, അത് അവിടെ തന്നെ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് അത് സ്ഥാനത്തേക്ക് വയ്ക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ചുവരിലൂടെ ഒരു പാറ്റ ഓടുന്നത് ശാലിനി കാണുകയാണ്. വിഷ്ണുവേട്ട അതേ പാറ്റ അതിനെ ഓടിച്ച് വിടുമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് അങ്ങ് മുഖം മറച്ച് അങ്ങ് വിഷ്ണുവിൻ്റെ ഷർട്ടിലേക്ക് അമർത്തി പിടിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ആദ്യം ഒന്ന് ഞെട്ടി നോക്കുന്നെങ്കിലും പിന്നീട് ശാലിനിയുടെ പേടി കാണുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് ചിരി വരികയാണ്. അന്നേരം എവിടെ പാറ്റ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഷർട്ടിലങ്ങ് ശാലിനി അങ്ങ് തോളിലേക്ക് മുഖം അമർത്തി പിടിക്കുകയാണ്. അന്നേരം പോയി എന്നിങ്ങനെ അത് പോയി എന്നിങ്ങനെ വിഷ്ണു അങ്ങനെ കളിയാക്കി പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ മുഖം ഉയർത്തി നോക്കുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് അവിടെ നിന്ന് പോയി, പക്ഷേ ദേ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് വേറെ സ്ഥലം ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ശാലിനി നോക്കുന്നില്ല. പക്ഷേ വിഷ്ണുവിൻ്റെ പുറകിലങ്ങ് വിഷ്ണുവിൻ്റെ വട്ടം ചുറ്റിപ്പിടിച്ച് അങ്ങ് മുഖം ആ സൈഡിലേക്ക് നോക്കാതെ അങ്ങ് മുഖം വിഷ്ണുവിൻ്റെ തോളിലേക്ക് അങ്ങ് അമർത്തിയിരിക്കുകയാണ്. അന്നേരം ഓടിച്ചു വിട് വിഷ്ണു ഏട്ടാ, എനിക്ക് പറ്റിയ പേടിയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ശാലിനി വേളം വയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആലോചിക്കുന്നത് അന്ന് ശാരദാമ്മയുടെ വീട്ടിലൊരിക്കൽ പോയപ്പോൾ പല്ലിയെ ചുവരിലിരിക്കുന്ന പല്ലിയെ കണ്ട് വിഷ്ണു ആകെ പേടിച്ചതും ഒരു ദിവസത്തേക്ക് ശാലിനിയുടെ കൂടെ ബെഡിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി സമ്മതിച്ചതും ശാലിനി കളിയാക്കിയതും ഒക്കെ കാര്യങ്ങളാണ്. തുടർന്ന് വിഷ്ണുവേട്ട ഓടിച്ചു വിടുന്നൊക്കെ ശാലിനി പറയുമ്പോൾ അത് പോയി എന്ന് പറയുകയാണ്. എവിടെ പോയി എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും നോക്കുമ്പോൾ ചുവരിലാണെങ്കിൽ പാറ്റയെ കാണാനില്ല. അന്നേരം എവിടെയും ചോദിക്കുകയാണ്. അന്നേരം അവിടെ ഉണ്ടായിരുന്നു, പോയി എന്ന് പറയുമ്പോൾ ശാലിനിക്ക് മനസ്സിലാവുകയാണ് ആദ്യം കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് പാറ്റ അവിടെ ഇല്ലായിരുന്നു, വിഷ്ണു കളിയാക്കിയതാണ്. അന്നേരം വഷളൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവേട്ടനാണെങ്കിൽ പല്ലിയെ പേടിയല്ലേ, എനിക്കിപ്പോൾ പാറ്റയെ പേടിയെന്നും പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം വിഷ്ണു പറയാണ് അതിന് ആർക്കാണ് വലിയ പേടി, അന്ന് ഞാൻ വെറുതെ അഭിനയിച്ചതാണ്, എനിക്ക് വലിയ പേടിയൊന്നുമില്ല, തൻ്റെ കൂടെ ബെഡിൽ കിടക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ചതാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാലിനി വഷളൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നേരെ ആര് വഷളൻ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് വട്ടം ചുറ്റി വിഷ്ണു പിടിക്കുകയാണ്. അന്നേരം അടുത്തേക്ക് വന്നതെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ മടിയിലേക്ക് അങ്ങ് ശാലിനി ഇരിക്കുന്നുണ്ട്. തുടർന്ന് എന്താന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ ബെഡ്റൂമിൽ നിറച്ചും പാറ്റയായിരിക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ചമ്മലും ചിരിയും ചെറുതെ പിണക്കവും അങ്ങ് കാണിച്ചിട്ട് അയ്യടാ കൊള്ളാമല്ലോ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങ് തള്ളി മാറ്റുകയാണ്. ഈ സമയത്ത് പാറക്കുട്ടി ഉണരുന്നുണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും കൂടെ പോയി തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുക്കുകയാണ്. ശാലിനി എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ് എടോ ഈ വീട്ടിൽ ഒന്നുമില്ലല്ലോ എന്ന്. അന്നേരം വിഷ്ണുവേട്ടൻ എന്താ വിചാരിച്ചത്, പിന്നെ ടിവിയും ഫ്രിഡ്ജും എല്ലാം കാണുമെന്നാണോ, സെക്യൂരിറ്റിയും വാടകയും ഒന്നുമില്ലാതെ അടച്ചുറപ്പുള്ള വീട് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ് അതൊക്കെ ശരി തന്നെ, പക്ഷേ കിടക്കാൻ ഒരു പായ വേണ്ടേ, ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് സ്റ്റൗ വേണം, പാത്രം വേണം, സാധനങ്ങളൊക്കെ വേണ്ടേ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം എടോ പേടിക്കേണ്ട, സത്യഭാമയുടെ മകൻ എന്നുള്ള ലേബലിൽ കടം വാങ്ങാനല്ല പോകുന്നത്, ഞാൻ കുറച്ച് പേർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, അവധി പറഞ്ഞൊന്നുമല്ല കൊടുത്തത്, അത് കിട്ടുമെങ്കിൽ നമുക്കൊരു തൽക്കാല ആശ്വാസമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ ഇങ്ങനെ വിഷ്ണു പിടിച്ച് കുറേ നേരം നോക്കിയിരിക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണുവേട്ടൻ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളും ഇതേപോലെ കുഞ്ഞായിരുന്നാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്യില്ല, ആരുടെയും കുത്തുവാക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞങ്ങ് കുഞ്ഞിനെ എടുക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ കുഞ്ഞായിരുന്നാൽ പിന്നെ എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ കിട്ടുമായിരുന്നോ, ഇത്രയും സ്നേഹം ഒക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമായിരുന്നോ എന്നൊക്കെ ഇങ്ങ് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാവുകയാണ്. തുടർന്ന് ശാലിനിയെയും കുഞ്ഞിനെയും അങ്ങ് ചേർത്ത് വിഷ്ണു പിടിക്കുകയാണ്. തുടർന്ന് അതേസമയം പോലീസ് സ്റ്റേഷനിൽ ശാരദാമ്മയോട് ചെന്ന് ശാരികയും കുറുപ്പ് സാറും കൂടി പറയുകയാണ് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാമെന്നൊക്കെ ഗോപാലകൃഷ്ണനെ ഇറക്കാനായിട്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനോ എന്ന്. അന്നേരം അതൊരു ഗോപാലകൃഷ്ണനെ ഈ അവസ്ഥയിലാക്കിയ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നും കാശ് വാങ്ങിക്കുന്നത് ഒരു മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ അല്ലാതെ വേറെ വഴിയില്ല എന്നിങ്ങനെ കുറുപ്പ് സാറ് പറയുമ്പോൾ അടുത്ത സങ്കടത്തോടെ കരഞ്ഞ് ശാരി നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഓർക്കുന്നത് അന്ന് ബാലചന്ദ്രൻ ഹോട്ടലിൽ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളും ശാരികയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുമൊക്കെ ഓർത്ത് ഉത്തരമില്ലാതെ ശാരദാമ്മ നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ എപ്പിസോഡിൽ വലുതായിട്ട് വലിയ കഥയൊന്നും സംഭവിച്ചില്ല. നാളെയൊക്കെ ടെസ്റ്റുകളൊക്കെ എത്തുമായിരിക്കും. ഓക്കെ, താങ്ക് യു.